പക്ഷെ നേരെ മറിച്ച് വൈറ്റ് കൾച്ചർ നോക്കുമ്പോ ഇങ്ങനെ ജോബ് ഫുൾ സെറ്റിൽഡ് അല്ല. അയാള് ഒരു ഹൈസ്കൂൾ ടീച്ചറായിരുന്നു, അടിപൊളി ജോബില. പക്ഷെ ഇയാൾക്ക് കുറെ കാലം അത് ചെയ്ത ആരും മടുപ്പ് വന്നപ്പോ കരിയർ ചേഞ്ച് പറഞ്ഞതായി. മൂപ്പർക്ക് എന്തായാലും 30+ ഉണ്ട്. പക്ഷെ മൂപ്പർക്ക് ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല. 40s ഇതൊക്കെ കഴിഞ്ഞ് സെറ്റിൽ ആയിട്ട് ഇനി കല്യാണം കഴിച്ചാൽ മതി. അതെ മതി. അതെ, അതാ ഞാൻ അങ്ങനെ ആലോചിക്കോ, ഇവര് നമ്മള് ഫ്രീഡം വൈസ് അവർക്ക് ഭയങ്കര അധികം ഫ്രീഡം ഉണ്ട്. ശരിയാണ്, നമുക്ക് ഫ്രീഡം ഉണ്ട്. പക്ഷെ നമ്മളെ പുൾ ബാക്ക് ചെയ്യുന്നത് നമ്മളെ കൾച്ചറൽ കമ്മിറ്റ്മെന്റ്സ് ആണ്. പക്ഷെ അറ്റ് എൻഡ് ഓഫ് ദ ഡേ ഇത് അതിന്റെ പോസിറ്റീവ്. എൻഡ് ഓഫ് ദ ഡേ ലാസ്റ്റ് ഇപ്പൊ വൈറ്റ് കൾച്ചറൊക്കെ ആകുമ്പോ തന്നെ എന്താ, ഇവര് ലാസ്റ്റ് പ്രായമാകുമ്പോ ഇതേപോലെ തന്നെ ഇയാൾക്ക് പ്രായമായി, ഇയാൾക്ക് ചിലപ്പോ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ മക്കൾ അവരേതായ ഇൻഡിപെൻഡന്റ് ലൈഫായിട്ട് പോയിട്ടുണ്ടാകും. നമ്മള് പ്രായമാകുമ്പോ നമ്മളെ നോക്കാൻ നമ്മളെ കൂടെ മക്കള്, പേരമക്കള് എല്ലാരും കൂടെ ഉണ്ടാകും. ഇവര് ലാസ്റ്റ് എൻഡ് ആകുമ്പോഴേക്ക് ഇവരൊരു ഓൾഡ് ഏജ് ഹോമിൽ ഇവര് തന്നെ സ്വയം അഡ്മിറ്റ് ആയിട്ട് ഇവര് എന്താ മക്കളെ കൂടെ നിൽക്കുക. മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടാകില്ലേ, മക്കൾക്ക് അവരെ ലൈഫ് കണ്ടിന്യൂ ചെയ്യാൻ ഒരു റെസ്ട്രിക്ഷൻ ആവില്ല എന്ന് വിചാരിച്ചിട്ട് അവര് അത് ചെയ്യില്ല. ഇത് ചിലവർക്ക് ചിലപ്പം ലൈഫ് ഓഫ് ഫ്രീഡം ആയിട്ട് എൻഡില് കുറച്ച് സഫർ ചെയ്തിട്ട് ഓൾഡ് ഏജ് ഹോമിൽ നമ്മൾ ഒറ്റപ്പെട്ട് ലോൺലിനെസ്സിൽ ജീവിക്കാന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ചിലവർക്ക്, അതായിരുന്നു അവർ ചൂസ് ചെയ്യാം. ചിലവർക്ക് യങ് ഏജ് അവര് കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്താലും ഓൾഡ് ഏജ് ഫുൾഫിൽഡ് പീസ്ഫുൾ ആയിട്ട് മക്കളൊക്കെ ഉണ്ടായി നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ, അത് നല്ല കുടുംബം ഉണ്ടെങ്കിൽ കേട്ടോ, അങ്ങനെ ചെയ്യാന്നുള്ള ഇതായിരിക്കും. പേഴ്സണൽ പ്രിഫറൻസിനനുസരിച്ചിരിക്കും. എനിക്ക് തോന്നുന്നത് ഹ്യൂമൻ ബീങ്സ് ആർ സോഷ്യൽ ആനിമൽസ്. സോ എൻഡ് ഓഫ് ദ ഡേ നമ്മള് കുറച്ച് സാക്രിഫൈസസ്, ഇപ്പൊ മാരേജ് എന്ന് പറയുമ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്കൊരു പാർട്ട്ണറിനെ കിട്ടുകയാണ്, നമുക്കൊരു ഇണയെ കിട്ടുകയാണ്. പിന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ്. അതായത് എന്തായാലും നമുക്ക് ഒരിക്കലും നമ്മൾ സാക്രിഫൈസ് ചെയ്താൽ നമ്മളെല്ലാത്തിനും ഒത്താണെങ്കിൽ ഒരു പാർട്ട്ണർ കിട്ടും എനിക്ക് തീരെ വിശ്വാസമില്ല. എന്തായാലും അറ്റ് സം പോയിന്റ്സ് നമ്മൾ എന്തായാലും അല്ലറ ചില്ലറ അവിടെയും ഇവിടെയൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിന് കിട്ടുന്ന ഔട്ട്കംസ് പറഞ്ഞാൽ നമ്മള് വർക്കൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോ നമ്മളെ ഈ ഒരു പാർട്ട്ണറിന്റെ കൂടെ ഉണ്ടാകുന്ന മൂമെന്റ്സ് കിട്ടുന്ന സന്തോഷങ്ങള്, അല്ലെങ്കിൽ നമ്മൾ ഈ ക്ഷീണിച്ച് വരുമ്പോ ഇങ്ങനെ പപ്പ പപ്പ എന്നൊക്കെ പറഞ്ഞ മക്കള് നമ്മളടുത്ത് ഓടി എനിക്ക് ആനിമൽ ഓർമ്മ വരുന്നത് എന്റെ മൈൻഡ് അങ്ങനെയുള്ള ആ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജീവിക്കുന്നൊക്കെയുള്ള രീതിയിലാണ്. അതെ, രണ്ട് കോൺട്രാസ്റ്റ്.